ഇപ്പൊ ഞാൻ ഇന്നലെ ഒന്ന് ചെന്നൈയിൽ പോയി. എൻ്റെ അമ്മോ, എന്തെല്ലാം പുകിലാണ്, എന്തെല്ലാം വാർത്തകളാണ്. ഞാൻ അവിടെ പോയി എന്നത് ശരിയാണ്. ഇന്ത്യയിലെ ഏറ്റവും ജനാധിപത്യ മതേതര സോഷ്യലിസ്റ്റ് നിലപാടുള്ള ഒരു പാർട്ടി ദ്രാവിഡ മുന്നേറ്റ കഴകം ഇന്ന് ഇന്ത്യയിൽ. ഒരു സംശയവും നിങ്ങൾ കരുതണ്ട, ഒരു സംശയവും കരുതണ്ട. ആ നേതാവിനെയും ആ പാർട്ടിയെയും ഞാൻ പോയി കണ്ടിട്ടുണ്ട്. പിന്നെ ഞാൻ RSSന്റെ കേന്ദ്രത്തിലേക്ക് പോണോ? ഞാൻ RSSന്റെ കേന്ദ്രത്തിലേക്കാണ് പോയതെങ്കിൽ എല്ലാ സപ്പോർട്ടും നൽകുമായിരുന്നല്ലോ ഈ ഗവൺമെന്റ്. ഇന്ന് എന്തുണ്ടായി എന്നറിയോ നിങ്ങൾക്ക്? മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഏറ്റവും ഉയർന്ന ഒരു സെക്രട്ടറി ആദ്യത്തെ ഫ്ലൈറ്റിന് ചെന്നൈ പോയിരിക്കുക. അവിടെ ഇന്ന് എയർ ഷോ നടക്കുക, ഡിഫൻസിന്റെ. ആ എയർ ഷോ കാണാൻ പോയിരിക്കുന്നു. ആര്? ബഹുമാനപ്പെട്ട തമിഴ്നാട് മുഖ്യമന്ത്രി. അവിടെ പോയി തിരക്കി അദ്ദേഹത്തെ ബന്ധപ്പെടാൻ ശ്രമിച്ച് എനിക്കെതിരെ സ്റ്റേറ്റ്മെന്റ് കൊടുക്കണം. ഞങ്ങൾ ഇവിടുന്ന് തള്ളിയതാ. എനിക്ക് കിട്ടിയ വിവരാണ്. അപ്പോ എന്താ ഉദ്ദേശം? എന്താണ് DMK? ദ്രാവിഡ മുന്നേറ്റ കഴകം എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഈ പറയുന്ന ഫാസിസ്റ്റ് ശക്തിയെ തമിഴ്നാട്ടിലേക്ക് കയറിയിരിക്കാൻ അനുവദിച്ചിട്ടില്ല. പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ തൊട്ടു മുമ്പായി ചെന്നൈയിൽ നടന്നൊരു നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ശതമാനമാണ് ഹൈന്ദവർ തമിഴ്നാട്ടിൽ എന്ന് നിങ്ങൾക്കറിയോ? 83% ഹൈന്ദവരുള്ള തമിഴ്നാട്ടിൽ വർഗീയത മാത്രം പ്രസംഗിക്കുന്ന, മനുഷ്യരിൽ വിഭാഗീയത മാത്രം വിൽക്കുന്ന, മനുഷ്യരെ പരസ്പരം വെട്ടിമുറിക്കണമെന്ന് ആഹ്വാനം ചെയ്യുന്ന ഈ ഫാസിസ്റ്റ് സംഘടന നോട്ടക്ക് പുറകിൽ ആ നേതാവിനെ ഞാൻ തെരഞ്ഞു പോകാതിരിക്കുവോ? ഇവിടെ ഒരു അത്താണി വേണ്ടേ? ഞാൻ നടത്തിയ ഒരു അത്താണിക്ക് വേണ്ടിയുള്ള പരിശ്രമം പോലും അതിന്റെ കടക്കൽ കത്തിവെക്കാൻ ശ്രമിക്കുന്നു ഫാസിസത്തിന്റെ മറ്റൊരു മുഖം.